നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പരിധിയിൽ ആളൂർ ഒഴികെയുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലും LDF തുടർ ഭരണം നേടിയപ്പോഴും വാർഡ് പുനർനിർണയത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞത് തിരിച്ചടിയായി. 45 വർഷമായി ഭരണത്തിലിരിക്കുന്ന പടിയൂരും കാർളവും 25 വർഷമായി ഭരണത്തിലുള്ള കാട്ടൂരും തുടർച്ചയായി 2ാം തവണയും പൂമംഗലവും മുരിയാടും LDF നേടി. എല്ലാ പഞ്ചായത്തുകളിലും വോട്ട് നിലയിൽ LDF ആണ് മുന്നിൽ. ഇതിൽ മുരിയാട്, വേളൂക്കര, പൂമംഗലം, കാട്ടൂർ എന്നീ 4 പഞ്ചായത്തുകളിലും വോട്ട് നിലയിൽ UDF 2ാം സ്ഥാനത്തെത്തിയപ്പോൾ പടിയൂരും കാർളത്തും NDA ആണ് 2ാം സ്ഥാനത്ത്. LDF ശക്തി കേന്ദ്രങ്ങളായ പടിയൂരും കാർളത്തും BJP നേട്ടമുണ്ടാക്കിയതാണ് LDFന് തിരിച്ചടിയായത്. 2020 കാർളത്ത് LDFൽ CPM 8, CPI 4 എന്നിങ്ങനെ 12 സീറ്റുകളുണ്ടായിരുന്നു. ഇക്കുറിയത് 4 സീറ്റുകൾ വീതമായി ചുരുങ്ങി. CPMന് 4 സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന NDA 6 ആക്കി ഉയർത്തി. 6 സീറ്റുകൾ നേടി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP മാറി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ വെള്ളാനി ഡിവിഷനും NDA നേടി. 2020 പടിയൂരിൽ CPI 5ഉം CPM 3ഉം അടക്കം 8 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി CPIക്ക് 6ഉം CPMന് 1ഉം അടക്കം 7 സീറ്റുകൾ നേടാനേ LDFന് ആയുള്ളൂ. നേരത്തെ 4 സീറ്റുണ്ടായിരുന്ന NDA 5 സീറ്റിലും 2 സീറ്റുണ്ടായിരുന്ന UDF 3 സീറ്റുകളിലും വിജയിച്ചു. 2020 കാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ LDFന് 9, UDFന് 4, NDA 1 എന്നതായിരുന്നു കക്ഷിനില. 2020 മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ LDF 11, UDF 6 എന്നതായിരുന്നു കക്ഷിനില. LDF ഇക്കുറി 1 സീറ്റ് വർദ്ധിപ്പിച്ച് 12 സീറ്റിൽ വിജയിച്ചു കയറി. UDFന് 1 സീറ്റ് കുറഞ്ഞ് 5 ആയപ്പോൾ NDA 1 സീറ്റ് നേടി സാന്നിധ്യം അറിയിച്ചു. പൂമംഗലം ഗ്രാമപഞ്ചായത്തിൽ LDF 7, UDF 4, NDA 2 എന്നതായിരുന്നു 2020 കക്ഷിനില. ഇക്കുറി LDF 1 സീറ്റ് കൂടുതൽ നേടി 9 ആക്കിയപ്പോൾ UDF 4 സീറ്റുകൾ നിലനിർത്തി. NDAക്ക് 2 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ 1 നഷ്ടപ്പെട്ടു. വേളൂക്കര ഗ്രാമപഞ്ചായത്തിൽ 2020 LDFനും UDFനും 8 സീറ്റുകൾ വീതവും NDAക്ക് 2 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി 12 സീറ്റ് നേടിയാണ് LDF അധികാരത്തിലെത്തുന്നത്. 2 സീറ്റ് കുറഞ്ഞ് UDFന് 6 സീറ്റുകളെ നേടാനായുള്ളൂ. NDA 1 സീറ്റിൽ മാത്രമാണ് വിജയം കണ്ടത്. 2020 ആളൂരിൽ LDF 16, UDF 7 എന്നതായിരുന്നു കക്ഷിനില. ഇക്കുറി 17 സീറ്റുമായാണ് UDF ഭരണത്തിലേക്ക് എത്തുന്നത്. LDF 6 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ 1 സീറ്റ് നേടി NDA സാന്നിധ്യം അറിയിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സ്ഥാപിക്കാൻ 15 അടി ഉയരത്തിലുള്ള ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ശില്പം ഒരുങ്ങുന്നു. തൃശൂർ പൂരം പ്രദർശന കവാടത്തിൽ ചിത്രങ്ങൾ ഒരുക്കി വരുന്ന കരുവന്നൂർ സ്വദേശി TC സുരേഷാണ് ആധുനിക നഴ്സിംഗ് സ്ഥാപകയായ വിളക്കേന്തിയ വനിതയെന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ വിളക്കുമായി മുറിവേറ്റ സൈനികരെ പരിചരിച്ചതിലൂടെയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേളിന് വിളക്കേന്തിയ വനിത എന്ന പേർ ലഭിക്കുന്നത്. സിമന്റും കമ്പിയും മണലും ഉപയോഗിച്ചാണ് 3 ആഴ്ച കൊണ്ട് 15 അടി ഉയരത്തിലുള്ള ശില്പമൊരുക്കിയത്. ആദ്യം ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരഘടന ഉണ്ടാക്കി അതിനു മുകളിൽ ഇരുമ്പ് നെറ്റ് കൊണ്ട് കവർ ചെയ്ത് 1 യൂണിറ്റ് മണലും 2 ചാക്ക് സിമന്റും ഉപയോഗിച്ചാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. ആശുപത്രി അധികൃതരുടെ ആവശ്യപ്രകാരമാണ് സുരേഷ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. 2 വർഷം മുൻപ് പറപ്പൂക്കര പള്ളിയിൽ 25 അടി ഉയരത്തിൽ സാന്താക്ലോസിന്റെ രൂപം നിർമ്മിച്ച് സുരേഷ് ശ്രദ്ധേയനായിരുന്നു. കോശമറ്റം ഫിനാൻസ് ലിമിറ്റഡിന്റെ കാട്ടൂർ ബ്രാഞ്ചിൽ സ്വർണമെന്ന വ്യാജേന 63 ഗ്രാം തൂക്കം വരുന്ന മൂക്കുവണ്ടം പണയം വെച്ച് 3,17,000 രൂപ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 20 വർഷത്തോളം എടമുട്ടത്ത് കുടുംബമായി താമസിച്ചിരുന്ന മഹാരാഷ്ട്ര ഘട്ടേജ് സ്വദേശി സന്തോഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സന്തോഷ് വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടമുട്ടത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 9,70,000 രൂപ തട്ടിയെടുത്ത കേസിലും പ്രതിയാണ്. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബൈജു KC, SI സബീഷ്, സിവിൽ പോലീസ് ഓഫീസർ ജിതേഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സ്വാശ്രയ കോമേഴ്സ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾ പ്രമുഖ ധനകാര്യ വിദഗ്ധനും ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റും
ഇക്വിറ്റി റിസർച്ച് ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടറുമായ രതീഷ് രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാശ്രയ വിഭാഗം കോർഡിനേറ്റർ ഡോക്ടർ ടി വിവേകാനന്ദൻ, പ്രൊഫസർ KJ ജോസഫ്, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ നൈല, കൊമേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രുതി VS, സ്റ്റാഫ് കോർഡിനേറ്റർ പ്രൊഫസർ V സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു. സെക്കൻഡ് മണി ബാക്ക്, റൈറ്റ്? അങ്ങനെയല്ലേ? നമ്മൾ കുറച്ച് പൈസ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, അതായത് അടുത്ത 20 വർഷത്തേക്ക് 25% അടുത്ത ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു 30 ഇയേഴ്സിന് ശേഷം നമ്മൾ ഗെറ്റ് ബാക്ക്. അതിനൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ കവർ ആയിരിക്കും. ഇൻ കേസ് എനി കണ്ടിജൻസി ഹാപ്പൻസ് യു വിൽ ഗെറ്റ് ബാക്ക് ലംസം എമൗണ്ട്. അങ്ങനെയല്ലേ? അപ്പോൾ ഈ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ, കൊടുക്കുന്ന പൈസ, ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് കൊടുക്കുന്ന പൈസ, ഹൂ ഈസ് ഇൻവെസ്റ്റിംഗ്? ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? സംവേർ മണി നീഡ് ടു ബി പാർക്ക്ഡ്, റൈറ്റ്? അതായത് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിലൊക്കെ 8% അല്ലെങ്കിൽ 10% അല്ലെങ്കിൽ 15% റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇൻഷുറൻസ് ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും ഈ പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടുള്ളൂ. അങ്ങനെയല്ലേ? ആ റിട്ടേൺ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ഫണ്ട് മാനേജേഴ്സ് ആണ്. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കുന്ന സമ്മാന പദ്ധതിയുടെ പ്രകാശനം ഇന്നസെന്റ് സോണറ്റ് നിർവഹിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുട പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ സൈഗൺ തയ്യിൽ, ജോയിന്റ് കൺവീനർ ഷാജൻ ചക്കാലക്കൽ, സെക്രട്ടറി ലൈജു വർഗീസ്, ട്രഷറർ ബിബിൻ TR, മയൂഫ് KH, നിതീഷ് കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു കൂപ്പൺ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ. അതുപോലെ തന്നെ ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ എല്ലാ പ്രോഗ്രാമിനും എന്നെ ക്ഷണിക്കാറുണ്ട്. ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരാം. ഇരിങ്ങാലക്കുട സേവാഭാരതി ആരോഗ്യ വിഭാഗവും റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരം, ട്രിനിറ്റി ട്രാവൽസ് മുംബൈ, കൊമ്പിടിഞ്ഞാമാക്കൽ ലയൺസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻസർ നിർണയ ക്യാമ്പ് മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി ആശംസകൾ നേർന്നു. ക്യാമ്പ് കോർഡിനേറ്റർ രാജി ലക്ഷ്മി സുരേഷ് സ്വാഗതവും മെഡിസിൽ പ്രസിഡന്റ് മിനി സുരേഷ് നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട സേവാഭാരതി എന്ന് പറഞ്ഞാൽ സേവന രംഗത്ത് മറ്റെല്ലാ സേവാ സംഘടനകൾക്കും മാതൃകാപരമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ രംഗത്തും തന്നെ പറയാം, സേവാഭാരതി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. അതിലൊരു ഉദാഹരണം തന്നെയാണ് ആരോഗ്യ രംഗത്തുള്ള ഒരുപാട് നേത്ര ക്യാമ്പുകളും അങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ ക്യാൻസർ നിർണയ ക്യാമ്പാണ് ഇന്ന്. ഇതിന് മുമ്പ് ക്യാമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 28ാം വാർഡിലെ കൗൺസിലറായി തിരഞ്ഞെടുത്തതിന് ശേഷം ആദ്യത്തെ എൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് നമ്മുടെ സേവാഭാരതിയിൽ ഈ ക്യാൻസർ നിർണയ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം. വളരെയധികം സന്തോഷമുണ്ട്. സേവാഭാരതി ഞാനും ആ സേവാഭാരതി കുടുംബ അംഗം തന്നെയാണ്. ഇതിൽ വളരെ നന്ദി പറയുന്നു. അതുപോലെ ഈ ക്യാമ്പിന് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും, അതുപോലെ ഈ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം അവർക്കെല്ലാവർക്കും, ക്യാൻസർ സെൻ്ററിലെ ഡോക്ടേഴ്സിനും മറ്റു ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊള്ളുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.